ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്നും ചായയെടുപ്പോടു കൂടിയാട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ അമ്മ ചായ എടുക്കുക കേട്ടോ. ചൂടാണ് എങ്കിലും ചായ ഇവിടെ രാവിലെ മസ്റ്റാട്ടോ. എല്ലാവർക്കും രാവിലെ ചായ വേണം കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചായക്കുള്ള എല്ലാ കൂട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി വയ്ക്കുന്ന വീഡിയോ ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഇന്നലെ വൈകുന്നേരം ചിക്കൻ കറി വെച്ചതാട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ചക്ക വെട്ടി വയ്ക്കുന്നതും ചിക്കനും കൊണ്ടുവന്നു കേട്ടോ. ചക്ക വെട്ടുന്നത് അതാണ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ലേറ്റായിട്ടാണ് മോന് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞാനത് വെച്ച് കോൺഫ്ലവറൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് ഒന്ന് പെട്ടെന്ന് ഇച്ചിരി ചിക്കൻ എടുത്ത് പൊരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് ചിക്കൻ പൊരിക്കുകയും ചെയ്യണം, കുറച്ച് ചിക്കൻ കറിയും വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ചട്ടിയിൽ ലേശം പെട്ടെന്ന് തന്നെ ഒരുപാട് സമയം റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അവന് ചിക്കൻ വേഗം വേണം താനും ചിക്കനും ചോറും. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു, ഇച്ചിരി പൊരിച്ചും കൊടുക്കണം എന്ന് പറഞ്ഞേ. അപ്പം പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, ആ ചട്ടിയിലേക്ക് കുറച്ചെടുത്ത് പൊരിക്കാനുള്ളത് മാഗ്നേറ്റ് ചെയ്ത് അത് മാറ്റി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത്, പിന്നെ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി അധികം ചേർക്കുന്നില്ല കേട്ടോ. ഇവർക്ക് മല്ലിപ്പൊടിയുടെ ചുവ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ലേശം ഈസ്റ്റേൺ ചിക്കൻ മസാലയും ചേർത്ത് അതും ഒന്ന് തിരുമ്മിയെടുത്ത് വെച്ചു കേട്ടോ. നമ്മളിങ്ങനെയാണ് തിരുമ്മിയെടുത്ത് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ തക്കാളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കൂടി അങ്ങനെയാണ് ഒക്കെ കണ്ടില്ലേ അതിനരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ. എന്നും നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇത് മീനിനാണേലും ചിക്കനാണേലും ഒക്കെ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ അരിയും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കടുകിട്ടു. പിന്നെ അമ്മ ആട്ടോ വഴറ്റിയത്. അന്നേരം അമ്മ അയ്യോ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നു. ഞാൻ പറഞ്ഞു സാരമില്ല, അത് അതിനകത്തേക്ക് കിടന്ന് മൂത്തോളൂല, ആദ്യം ഇടുകയൊന്നും ചെയ്യേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെയാണേലും ചേർത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കിടന്ന് അത് മൂക്കുന്ന കൂട്ടത്തിൽ അത് മൂത്തോളൂ കേട്ടോ. ആദ്യം അവസാനമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇടാൻ മറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് അങ്ങനെ. പിന്നെ കുറച്ച് വളർന്നു വന്നപ്പോൾ ചിക്കൻ പൊരിക്കുന്നതിലേക്ക് ഞാൻ പറഞ്ഞു ഇച്ചിരി സവോള എടുത്ത് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. കൂടുതൽ ഭാഗം തക്കാളി ഇടും കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും, ടേസ്റ്റും കിട്ടും കേട്ടോ. അതിനായിട്ട് കൂടുതൽ ഭാഗം സവോളയുടെ കൂടെ കുറച്ച് തക്കാളി നല്ലോണം നമ്മളെ ഈ ടൊമാറ്റോ പേസ്റ്റൊക്കെ ഇല്ലേ അതൊക്കെ ഒഴിക്കുന്നതിന് പകരം ഈ തക്കാളി നല്ലോണം ഉപ്പ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ല ഗ്രേവി പോലെ അലിയിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആണ് നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കാൻ പാകത്തിന് നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ആ പൊടികൾ ഏകദേശം ഒരു മൂപ്പാവും ഇതിലൊക്കെ ഇടുന്നിട്ട്. എന്നിട്ടാണ് നമ്മൾ ഇത് ഇത്തിരി ലൂസാക്കി വെക്കേണ്ടതുകൊണ്ട് കുറച്ച് ചാറ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ തകൃതി പണിയാട്ടോ. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ ചിക്കനും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് പോയി കേട്ടോ. അതിനെന്ന് വെച്ചാൽ അടുപ്പിൽ വെച്ച് മറ്റേ അടുപ്പിൽ വെച്ച് അതും പൊരിക്കാൻ തുടങ്ങിയേ. അപ്പോൾ അതിലേക്ക് അമ്മ ഇതൊക്കെ ഏകദേശം റെഡിയാക്കി. ഞാൻ അങ്ങോട്ടും ഓടും, തീ പിടിപ്പിക്കാൻ പോയി കേട്ടോ. അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും വരും. അപ്പോൾ ഇടയ്ക്ക് വന്ന് ഇതൊന്ന് ഇളക്കിയിട്ടേ. പിന്നെ വെള്ളമൊക്കെ ഞാൻ പാകത്തിന് ചേർത്ത് കൊടുത്തു. അവൻ പറഞ്ഞു ഒരുപാട് വെള്ളം വേണ്ട, ഒരു ഗ്രേവിയാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അവനിപ്പോൾ എല്ലാം അങ്ങനെയാണ് ഇഷ്ടം, ഗ്രേവിയാക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് എന്നോട് പൊരിക്കാനും പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്ത് കണ്ടില്ല അടുപ്പയിൽ ചിക്കൻ പൊരിക്കാനുള്ളത് വെച്ചു കേട്ടോ. അതായി എടുത്തുകൊണ്ടുവന്ന സവോളയാണേ. നല്ല ചൂടാട്ടോ. ഈ ചൂട് കൊണ്ട് നമ്മളാകെ വിയർത്തും ജോലി ചെയ്തൊക്കെ നമ്മൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ നല്ലോണം തണുത്ത വെള്ളം കുടിച്ച് കൊടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ പുറത്ത് നല്ല ചൂടാണ്, അടുപ്പിനും ചൂടാണ്. പിന്നെ കുക്ക് ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലേ. അപ്പം നമ്മളും ഇങ്ങനെ കുക്ക് ചെയ്യുകയും ചൂടും ഒക്കെ കൂടി നല്ല പരവേശം അല്ലേ. പിന്നെ മഴ പെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം നമുക്ക് മഴയത്ത് എല്ലാം നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വിറകും ചൂട്ടും ചകിരിയൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക്
അകത്തിരുന്ന് പണി ചെയ്താൽ മതിയല്ലോ അല്ലേ. അതുവരെയുള്ള ഈ ചൂടും പോസിലൊക്കെ ഒന്ന് സഹിച്ചാൽ മതിയല്ലോ അല്ലേ. മഴയത്തും പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ, നമ്മൾ മഴയത്താണേലും വെയിലത്താണേലും ഇരിക്കുമ്പോൾ ഒരുപാട് ജനങ്ങളും പാവങ്ങളും മിറ്റിലടിക്കുന്നവരും തമിഴന്മാരും റോഡ് പണിയെടുക്കുന്നവരും ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ. എല്ലാവരും ജോലി ചെയ്യുന്നവർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടല്ലേ. അപ്പോൾ ഇതാട്ടോ വൈകുന്നേരം ആയപ്പോൾ കിട്ടിയൊരു ചക്ക. ഈ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം രണ്ട് ചക്കയായിട്ട് ചെറുതാണ്. ചിക്കനൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കറിയും റെഡിയായേ. അപ്പം ചിക്കൻ കറിയും റെഡി ആയിട്ടോ. കണ്ടില്ലേ, ഇതാട്ടെ ചിക്കൻ കറി. നമുക്ക് കപ്പയല്ല ചക്കയ്ക്കും കൊടുക്കാം കേട്ടോ ഈ ചിക്കൻ കറിയെ. അപ്പം ചക്ക ഞാൻ വെട്ടുവാട്ടോ. ഞാൻ വെട്ടിയിട്ടോ. കോടാലിയും കൊണ്ടൊന്നും വെട്ടാൻ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ കത്തിയാണ്, ഈ കൊടുവാൾ കൊണ്ടാണ് ഞാൻ ഈ ചക്ക മുഴുവൻ വെട്ടുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിച്ചക്കയാണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആട്ടോ. നല്ല കുഞ്ഞിക്ക് അതിൻ്റെ ഉള്ളിൽ ഇതിലെ എന്താ പലരും പലത് പറയും കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അതിന് ഭയങ്കര കട്ടി. വെട്ടിയിട്ടും ഒന്നും ശരിയാകുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ പീസാക്കി. പിന്നെ അത് കത്തി കൊണ്ടൊക്കെ കൊത്തിയൊക്കെ പൊളിച്ചു കേട്ടോ. തേങ്ങ പൊളിക്കുന്ന പോലെയൊക്കെ കേട്ടോ പൊളിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ കൈക്കൊരു പിടുത്തമില്ല ഇപ്പം. കൈക്ക് കത്തി എന്ത് സാധനം പിടിച്ചാലും കൈക്കൊരു ബലക്കുറവുണ്ട് കേട്ടോ. ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോഴത്തേക്കും ചിക്കൻ്റെ അടുപ്പിലിരുന്ന് പുകയാൻ തുടങ്ങി. പിന്നെ ഞാനത് വേഗം വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ ഇതിന് നല്ല മുളഞ്ഞുണ്ട്, കുഞ്ഞിച്ചുളകളുമായിരുന്നു കേട്ടോ. എന്ത് വന്നാലും വേണ്ടില്ല, ചക്കയാണല്ലോ അല്ലേ. ചക്ക നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. ഇവിടെ അമ്മയ്ക്കാണേൽ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഒന്നും വേണ്ട, ചക്കയും കപ്പയും മാത്രം മതി കേട്ടോ. കണ്ടില്ലേ, തേങ്ങ കൊത്തി പൊളിക്കുന്ന പോലെയൊക്കെ കേട്ടോ ഞാൻ പൊളിച്ചത്. നിൽക്കുന്ന നിപ്പ് നോക്കിയത്. പിന്നെ ഈ മുളഞ്ഞിയില്ലേ, വിളഞ്ഞിന്നോ എന്തൊക്കെയോ പറയൂ കേട്ടോ. ഞാൻ വിളഞ്ഞില് മുളഞ്ഞിന്നൊക്കെ പറയും, പഴയ കിട്ടുന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ അമ്മയോട് പറഞ്ഞൊരു ചകിരിത്തൊപ്പ എടുത്ത് തരാൻ. ചകിരിത്തൊപ്പയിലാട്ടോ നമ്മൾ ഈ വിളഞ്ഞിക്ക് ഇങ്ങനെ തോണ്ടിയെടുക്കുന്നത്. അത് തോണ്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല സുഖമുണ്ട്. ഇത് എന്തെങ്കിലും ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ അധികം വെളിഞ്ഞ് നിന്ന് നമ്മുടെ കയ്യിലൊട്ടിയാലേ. പിന്നെ അമ്മയും വന്നിരുന്നു കേട്ടോ ഒരുക്കാനേ. അപ്പം ഞാനും അമ്മയും കൂടി പിന്നെ ചക്ക ഒരുക്കൽ തുടങ്ങി കേട്ടോ. വീഡിയോ ആണോ പയ്യെ പറയാൻ, നല്ല കാര്യം പറയാൻ വേണ്ട പറയില്ലേ. വീഡിയോ ആണെന്ന് പറയാം. ചക്ക ഇരുന്ന കാര്യം പറയില്ല. ഇതുണ്ടോ, ഇതെന്നതായത് അങ്ങോട്ട് തന്നെ അടിയുള്ളൂ. ഇല്ലാത്തവർക്ക് ഇത് കിട്ടിയാലും മതി. നമുക്ക് പിന്നെ വീഡിയോ പിടിക്കാം. ഇങ്ങനത്തെ ചക്കയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിലും നല്ലതേ ഉണ്ടാക്കുള്ളൂ. നല്ല പ്ലാവിൻ്റെ ചക്ക, നല്ല തുണ്ടം ഇത് കൂട്ട് ചക്കയ്ക്ക് അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടോ പണ്ട്? ആവശ്യമില്ല. ഉള്ളപ്പം കിട്ടുന്ന ഉള്ളു ചെയ്യാൻ. നല്ലത്. വല്യമ്മച്ചിയുടെ പ്ലാവിൻ്റെ പേരെന്തൊക്കെയായിരുന്നു? പള്ളിപ്ലാവ്, ഈർത്തിപ്ലാവ്, മക്കളെ പോറ്റി, കൂഴപ്ലാവ്, വെള്ളപ്ലാവ്, പ്ലാവിൻ്റെ പേരാ വെള്ളം. ചക്കച്ചുള വെള്ളയാ.
അപ്പോൾ അമ്മ പണ്ട് നമ്മുടെ ഈ അമ്മേൻ്റെ അമ്മയുള്ള കാലത്ത് പ്ലാവുകൾക്ക് പേരിട്ടിരുന്നു കേട്ടോ. അപ്പോൾ തറവാട് നിറച്ചും ചക്ക കേട്ടോ. അപ്പോൾ വലിയ മുറത്തിലും അല്ല, ഈ വലിയ പാളയിലാട്ടോ ചക്ക വെട്ടുന്നത്. അപ്പോൾ അവിടുത്തെ പ്ലാവിൻ്റെ പേരാട്ടോ, ഓരോ പ്ലാവിനും ഓരോ പേരായിട്ടേക്കുന്നേ. അപ്പോൾ എന്താ പ്ലാവിൻ്റെ പേരൊക്കെ കേട്ടോ അമ്മ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളും പറയൂ കേട്ടോ, ചക്ക ഒരുക്കാൻ എല്ലാവരും കൂടി ഇരുന്ന് കേട്ടോ ചക്ക ഒരുക്കുന്നത്. നല്ല രസമല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചക്ക ഒരുക്കുമ്പോൾ, പെട്ടെന്ന് തീരുകയും ചെയ്യും. കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങളും ഇങ്ങനെയാണ് ചക്കയൊക്കെ ഒരുക്കുന്നത്. ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ചക്ക ഒരുക്കും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ചക്ക ഒരുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയേരേ. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച് അടുപ്പിനെന്തെന്ന് ചൂട് ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ കേട്ടോ. എൻ്റെ പുറത്തൊക്കെ ഭയങ്കര തീ തട്ടുവാണ് ആ അടുപ്പിൻ്റെ ചൂടിൽ നിന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഒരു കാർഡ്ബോർഡ് പെട്ടി ഉണ്ട്, അതെടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചപ്പോഴത്തേക്കും എനിക്കൊരു ആശ്വാസം കിട്ടിയത് കേട്ടോ. പിന്നെ ഇതിന് ഭയങ്കര ബലമുള്ളതുകൊണ്ട് ഞാനാണ് പിന്നെ വെട്ടിയൊക്കെ കൊടുത്തത്. ഇല്ലേ അവർക്ക് ബുദ്ധിമുട്ടാവുന്നിട്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇത് ഒരുക്കാൻ തന്നെ അതിൽ നിന്ന് എടുക്കാൻ തന്നെ പണിയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ കുഞ്ഞി ചുളകളാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ. ഈ നമ്മൾ ഈ വിളഞ്ഞിലെന്നൊക്കെ പറയല്ലേ, ഇത് നമ്മുടെ കയ്യിൽ അധികം ഒട്ടുന്ന ചക്കകൾ നല്ല ചക്കയാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ഉറപ്പൊക്കെയുള്ള ചക്ക വേവിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ പറയുന്നത്. പിന്നെ ഇതിന് ഇത്തിരി മൂപ്പ് കുറവുണ്ടെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് വെട്ടിയൊരുക്കുന്ന ചക്ക. പിന്നെ ഇന്നാൾ ഞാൻ കുറച്ച് ചക്കപ്പുഴുക്ക് വീഡിയോ ഇട്ടിരുന്നല്ലോ, അത് വളരെ കുറച്ച് മാത്രമേ കേട്ടോ. ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഒരുക്കി പെറുക്കിയില്ല. അത് ഞാനൊരു ചെറിയ തുണ്ടി കഷ്ണം അത് അമ്മയ്ക്ക് ഇങ്ങനെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേവിച്ച് അങ്ങ് വൈകുന്നേരം അങ്ങ് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതങ്ങനെയല്ല കേട്ടോ, ഇത് നമ്മളിങ്ങനെ അരിഞ്ഞ് വെക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ലേറ്റ് ആയില്ലേ, രാത്രി ആയില്ലേ, ഇനി ഇപ്പം ചക്ക കഴിക്കാൻ പോവാൻ ചൂടെടുത്തിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി വരികയില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ചക്ക കഴിക്കലില്ല കേട്ടോ. ഈ ചക്ക ഞങ്ങൾ വെട്ടി അരിക്കി എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് നാളെ ഞങ്ങളിത് രാവിലെ വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രാവിലെ കുളിക്കുകയില്ലേ, ഇത് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞങ്ങളിത് കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ ചൂടിൻ്റെ പ്രശ്നം വരികയില്ല. ഇല്ലെങ്കിൽ ചക്കയും കൂടി ഈ ചൂടത്ത് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റൂല കേട്ടോ. പിന്നെ എല്ലാം പറഞ്ഞ് വേഗം തകൃതിയിൽ ചക്കയൊരുക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമുക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കാനൊക്കെ സമയമായിട്ടുണ്ട്. നേരം കണ്ടില്ലേ, ഏകദേശം ലേറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുമതിയമ്മ മാത്രമേ മേല് കഴിയുള്ളൂ. ഞങ്ങൾ രണ്ടുപേർക്കും ഇനി ഈ ചക്കയെ പണിതിട്ട് വേണം മേല് കഴുകാനും നാമം ജപിക്കാനും കേട്ടോ. അപ്പം അമ്മ വിളക്ക് കത്തിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടില്ലേ, നേരം വന്നപ്പോഴത്തേക്ക് ഇരുട്ടി. ഇത്രയേ ഉള്ളൂ നമുക്ക് വൈകുന്നേരം കിട്ടുന്ന സമയം കേട്ടോ. പിന്നെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ നാമം ജപിക്കാൻ പോയി കേട്ടോ. ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് രാവിലെ ആട്ടോ ചക്ക വേവിക്കുന്നത്. ചക്ക വേവിക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ മോന് കൊണ്ടുപോകാനുള്ള അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തി ആട്ടോ രാവിലെ 4 ചപ്പാത്തി മതി എന്ന് പറഞ്ഞ് കൃത്യം 4 എണ്ണം ഞാൻ ഉരുളയാക്കി. ഞങ്ങൾക്ക് ചക്ക ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വെറുതെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കളയണ്ടല്ലോ. അപ്പം ഞാൻ രാവിലെ അന്നേരം ഇന്നലെ ഇത് മാവ് ഇച്ചിരി കുഴച്ച് ഞാൻ വൈകുന്നേരം അവന് ചപ്പാത്തിക്കെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി നല്ല ലൂസായിരുന്നു പൊടിയെ. അതുകൊണ്ട് വേഗം ഇതാക്കാൻ പറ്റിയെങ്കിൽ നല്ല നൈസായിട്ട്, അതുകൊണ്ട് നല്ല സോഫ്റ്റായി ഇങ്ങനെ വേഗം റൗണ്ട് അടിച്ച് കിട്ടുന്നുണ്ടെങ്കിലും നല്ല നൈസാട്ടോ. അപ്പോൾ ഞാൻ പൊടി ലേശം ധാരാളം കൂട്ടി വേഗം കുഴച്ചെടുത്തേ. പിന്നെ ഇത് കണ്ടില്ലേ കുപ്പിവള, ഇത് ഞാൻ ചേച്ചിയോട് പിന്നെ അമ്പലത്തിൽ അന്ന് നമ്മൾ പോയില്ലായിരുന്നു, തിരുമാതാംകുന്ന് ദേവീ ക്ഷേത്രത്തിൽ. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു അവിടെ കുറേ കുപ്പികളെ വിൽക്കുന്ന കടക്കാരുണ്ടായിരുന്നേ. അന്നേരം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെയിലൊക്കെ ആയിട്ട് ചേച്ചി പറഞ്ഞു വാ അതേ കുപ്പികളാന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഞങ്ങൾക്ക് പോരുവാട്ടോ ചെയ്തത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയില്ലേ, അപ്പം ഞാൻ മേടിച്ചതാട്ടോ ഈ കുപ്പിവള. അപ്പം ഞാൻ 3 സെറ്റ് മേടിച്ചു കേട്ടോ. ഒരു ലൈറ്റ്
അത് ആ ബ്ലൂ ഗ്രേ അല്ല, ഒരു സൈസ് ബ്ലൂവും പിന്നെ ഈ റെഡും പിന്നെ പച്ചയാട്ടോ മേടിച്ചത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഇടുന്നത്. പക്ഷേ ഇട്ടപ്പോഴത്തേക്കും പൊട്ടി പോകാൻ തുടങ്ങി കേട്ടോ. എത്ര ദിവസം നിൽക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ നിൽക്കുന്ന എത്രയും ദിവസം നിൽക്കട്ടെ, കുപ്പികളയല്ലേ, അതൊരു രസമല്ലേ. ഞാൻ അല്ലാതെ വളകളൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ പുറത്ത് പോയാലും വളയൊന്നും ഞാൻ ഇടിയില്ല, ഞാൻ വാച്ച് മാത്രമേ കെട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര ആശ്ചര്യം തോന്നി. എനിക്കിത് ഭയങ്കര, ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി ഇടുമായിരുന്നു കേട്ടോ ഇങ്ങനെ കയ്യിൽ. പിന്നെ ഞാനിങ്ങനെ ഇട്ടതാട്ടോ. അത് നമ്മളിങ്ങനെ സ്ത്രീകൾക്ക് കുപ്പിവള ഇടുന്ന കയ്യിൽ അണിയുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്ന കേൾക്കാം കേട്ടോ. ഭയങ്കര കാർച്ചയായിരുന്നു. പിന്നെ ഞാൻ ചില ദിവസം ഇക്കുറും അങ്ങനെ രാവിലെ അങ്ങനെ ചക്കരിച്ചിൽ തുടങ്ങി കേട്ടോ. ചപ്പാത്തിയുടെ പരിപാടി കഴിഞ്ഞ് ഓരോ പരിപാടിയും പുറകെ എന്തായാലും നമുക്ക് പുറകെ ജോലികളുണ്ട് കേട്ടോ. എന്നും നല്ല പിടിപ്പത് ജോലിയുണ്ട് കേട്ടോ. ഇങ്ങനെയല്ലേ നമ്മൾ ആൾക്കാരൊക്കെ കൂടുമ്പോൾ, നമ്മളെല്ലാവരും കൂടുമ്പോൾ നമ്മളെല്ലാം ജോലിയും കൂടും. അപ്പം നമുക്ക് വെറുതെ ഇരിക്കാം. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് നമ്മുടെ സമയം, ഭക്ഷണവും ഒത്തിരി എന്തെങ്കിലും ഉണ്ടാക്കി അത് ഫ്രിഡ്ജിൽ വെച്ചു, എന്നിട്ട് അത് 2-3 നേരം അത് തന്നെ കഴിച്ചു. എന്നിട്ട് അങ്ങനെ ഇരുന്ന് നമ്മൾ ആകെ ശരീരം കേടാക്കുന്നതിൽ നല്ല ഇങ്ങനെ ദിവസം ജോലി ചെയ്തു, കുറച്ചൊക്കെ വീർത്തു, കുറച്ചൊക്കെ പറമ്പിലും തൊടിയിലും ഒക്കെ നടന്നു. ഇത് കണ്ടില്ലേ, ഇത് പറമ്പിൽ നിന്നും തൊടിയിൽ നിന്നും പറിച്ച ചീര കേട്ടോ. അതിൻ്റെ കൂടെ ചീര, മത്തൻ്റെ ഇല, അങ്ങനെ കുറച്ച് കൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ നാളെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നിത് എനിക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും ഈ വീഡിയോ ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ എന്നെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ ചീരക്കൂമ്പ് ഉണ്ടാക്കിയ വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അത് ചീരക്കൂമ്പ് മാത്രമല്ല, നമ്മുടെ മുട്ടച്ചീര, സാമ്പാർ ചീര എന്ന് പറയുന്ന ചീരയുണ്ട്. പിന്നെ സാധാ ഒരു സൈസ് ചീരയില്ലേ, നല്ല ടേസ്റ്റുള്ള ആ ചീരയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തികയാഞ്ഞിട്ട് അമ്മ 2-3 മത്തം കൂമ്പ് കൂടി ഞുള്ളിയിട്ടുണ്ട്. കൂമ്പാട്ടോ ഞുള്ളിയത്. അപ്പോൾ അതൊന്നും ഞുള്ളുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാൽ എല്ലാം ഈ ചക്കയിലുള്ള പരിപാടിയിലായിപ്പോയി. രാവിലെ എനിക്ക് ധൃതി പിടിച്ചിട്ടുള്ള പരിപാടിയായി പോയിട്ടോ. ഈ ചക്ക അരിഞ്ഞ് ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ജോലി ചെയ്ത് നമ്മളിങ്ങനെ ശരീരമൊക്കെ ഉയർത്ത് ഇങ്ങനെ നടന്ന് ഇതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നടന്ന് നമ്മൾ വെറുതെ അടഞ്ഞുകൂടിയിരിക്കുന്നതിലും ഇങ്ങനെയൊക്കെ ജോലി ചെയ്തും ഭക്ഷണം കഴിച്ചു എല്ലാവരും കൂടി സംസാരിച്ചു ഒത്തൊരുമിച്ച് നടന്നും എല്ലാവരും ഇങ്ങനെ ഉള്ളൊരു ഇത് കണ്ടില്ലേ. ഒരാളൊരു ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അന്നേരം അമ്മ പറഞ്ഞ് ഇച്ചിരി ചക്കക്കുരും കൂടി അതിനകത്തേക്ക് ഒരുക്കിയിട്ട് നല്ല രസമാണ് ഈ ചക്കയുടെ കൂടെ എന്നിട്ടോ. ഞാൻ പറഞ്ഞു 2-3 മതി, കുറേയൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു 5-6 ഒരുക്കിയിട്ടു കേട്ടോ കുരു. ഞാൻ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഇനി ഇതൊരു കലത്തിൽ വാരിയിട്ട് വേവിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തത് നോമ്പ് നോക്കുന്നവരുടെ കാര്യം കേട്ടോ. അന്നേരം എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കേട്ടോ, സത്താറാമക്കാട എന്ന് പറഞ്ഞു, നോമ്പാ ചേച്ചി, ഞങ്ങൾക്ക് നോമ്പാ, നോമ്പ് നോക്കുന്ന എല്ലാവർക്കും വിഷമമാണ് കേട്ടോ. അവർക്ക് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാതെ ഈ ചൂടത്തൊക്കെ അല്ലേ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന അവരെ ഞാൻ ഈ അവസരത്തിൽ എല്ലാവരും ഓർമ്മിക്കുക കേട്ടോ. അപ്പം എത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ ഓരോ വ്രതാനുഷ്ഠാനങ്ങളും. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിന് നമുക്ക് അതിനൊക്കെയുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവും കേട്ടോ. ഏത് രീതിയിലാണെങ്കിലും നമുക്കത് വന്നു ചേരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. നോമ്പ് നോക്കുന്ന എല്ലാവർക്കും നല്ല ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയും അടുപ്പത്തായേ. പിന്നെ ഞാൻ സൗദിയിൽ അല്ല കുവൈറ്റിൽ നിന്നിരുന്ന കാലത്തൊക്കെ ഞാൻ ഈ നോമ്പ് നോക്കുമ്പോൾ അതിൽ നമുക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനോ കഴിക്കുന്നതിനോ ഒന്നും അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കും, സമയത്തിനെല്ലാം എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതം. പിന്നെ അവിടെയുള്ള ഒരു സമയമാകുമ്പോൾ നോമ്പ് ഓർക്കും, അതൊക്കെ ഭയങ്കര രീതികളൊക്കെയല്ലേ. പിന്നെ അവിടുത്തെ കടകളൊന്നും ഓപ്പൺ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വാട്ടോ, എല്ലാവർക്കും ചക്കപ്പുഴുക്ക് തരാം കേട്ടോ. നമുക്കിനി എല്ലാവർക്കും കൂടി യൂട്യൂബേഴ്സിനൊക്കെ കൂടി ഇങ്ങനെ വലിയൊരു ചക്ക പുഴുങ്ങി നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ കൂടി ഒരു വലിയ ചെമ്പിൽ ചക്ക പുഴുങ്ങിയിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കണം അല്ലേ. കണ്ടില്ലേ അമ്മ കഴിക്കുന്നത്. അമ്മ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് നോക്കും കേട്ടോ. അത് അമ്മയുടെ ഒരു ഇതാട്ടോ. അപ്പോൾ പിന്നെ ചക്ക എല്ലാവർക്കും വിളമ്പി കേട്ടോ. പിന്നെ ഇതിന് ചിക്കൻ ഞങ്ങൾ കഴിക്കില്ലല്ലോ, അപ്പം ഞങ്ങൾ ഉണക്കമീൻ പൊരിച്ചു കേട്ടോ. ഈ ചക്ക പുഴുക്ക് ഉണക്കമീൻ കറി വയ്ക്കാനായിരുന്നു തീരുമാനിച്ചത്.
അപ്പോൾ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വേഗം എത്ര നേരമായില്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു പൊരിച്ച് ഇതും കൂട്ടി നല്ല രസമാട്ടോ. ഈ ചക്കപ്പുഴുക്കിന് ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ, അത്ര ടേസ്റ്റിയാണേ. പിന്നെ കുറച്ച് ഇലിമ്പിക്കുക പുളി അച്ചാർ, ഇതിൻ്റെ കൂടെ കടുമാങ്ങയും കൂടി കോമ്പിനേഷനായ നല്ല രസമാണ് കേട്ടോ. ചക്കയും കടുമാങ്ങയും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണേ. അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ ചക്കപ്പുഴുക്ക് വിശേഷം കൊണ്ട് ഞങ്ങളെല്ലാവരും ചക്കപ്പുഴുക്ക് കഴിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.